ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന മസ്റ്റ് ഡി ദി പ്ലേ ബോയ് എന്ന് പറഞ്ഞ ഡ്രാമയുടെ എപ്പിസോഡ് നമ്പർ 14 ആയിട്ടാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെയിൻ വന്നിട്ട് റിവറിൻ്റെയും ജഗൻ്റെയും അടുത്ത് പറയുന്നുണ്ട്, അന്നൊരു കാര്യം ചെയ്യും, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞില്ലേ, നിങ്ങളിവിടെ കറങ്ങണമെങ്കിൽ കറങ്ങിയിട്ടൊക്കെ പതിയെ വന്നാൽ മതി, ഞാനും താരം കൂടി റൂമിൽ പൊക്കോട്ടെ എന്ന് പറയുന്ന സമയത്ത് റിവർ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ തന്നെ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കും, ഇനി ഒന്ന് നല്ല പോലെ കിടന്ന് ഉറങ്ങണം, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടാണ് വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. ആ സമയത്ത് സെയിൻ്റെ മുഖത്താണെങ്കിൽ കടന്നൽ കുത്തിയ പോലെ ഉണ്ട്. സെയിൻ്റെ വിചാരം വിട്ടാൽ എങ്ങനെയും പറഞ്ഞിട്ടാൽ മതി എന്നാണ്. സെയിൻ വന്നിട്ട് താരയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇവരെ കൊണ്ടൊക്കെ ഭയങ്കര വലിയ ശല്യമാണ്, ഒക്കേത്തിനും കൂടി ഇവിടെ അങ്ങോട്ട് പൂട്ടിട്ടിട്ട് നമുക്ക് പോയാലോ, എല്ലാതും ഇവിടെ കിടന്നോട്ടെ, നമുക്കാണ് നമ്മുടെ കാര്യം നോക്കി പോകാമെന്ന് പറയുന്ന സമയത്ത് താര പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയില്ല സെയിൻ, നമ്മൾ അവരെയും വിളിച്ചിട്ട് തന്നെ വേണം പോകാനായിട്ട്, സോ നമുക്ക് അവരെയും കൊണ്ട് പോകാമെന്നും പറഞ്ഞിട്ട് കൗശിനെയും വിളിച്ചിട്ട് താര പോകുന്നുണ്ട്. കാലത്ത് തന്നെ താര എഴുന്നേൽക്കുന്നുണ്ട്. താര എഴുന്നേൽക്കുന്ന സമയത്ത് ഗൗതം എഴുന്നേറ്റ് ഓൾറെഡി ഇരിക്കുന്നുണ്ട്. താര വന്നിട്ട് ജെയിനെയൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ നല്ല ഉറക്കത്തിലാണ്. താര അങ്ങനെ മിററിൽ കൂടി നോക്കുന്ന സമയത്ത് ജഗനെ കാണുന്നുണ്ട്. അപ്പോൾ ജഗൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ജഗൻ ചോദിക്കുന്നുണ്ട്, നീ സുഖമല്ലേന്ന് ചോദിക്കുമ്പോൾ താര പറഞ്ഞാൽ ആ സുഖമാണെന്ന് പറയുന്നത്. താര ചോദിക്കുന്നുണ്ട്, കൗശി നീ ആയിട്ട് എന്താ പ്രശ്നം, നീ എന്താ കൗശിൻ്റെ അടുത്ത് മിണ്ടാത്തെന്ന് ചോദിക്കുമ്പോൾ ജഗൻ പറയുന്നുണ്ട്, അതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ജഗൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഹാപ്പി ഇല്ലേന്ന് ചോദിക്കുമ്പോൾ താര പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഫ്രണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണെങ്കിലും ഇപ്പം നല്ല രീതിയിൽ പോകുന്നില്ലേന്ന് ജഗൻ ചോദിക്കുമ്പോൾ താര പറയാൻ വരുന്നുണ്ട്, ഇപ്പം അങ്ങനെയൊന്നും അല്ലെന്ന് പറയാൻ വരുമ്പോഴത്തേക്കും ജഗൻ പറയുന്നുണ്ട്, എന്തായാലും അതുകൊണ്ട് സെയിൻ നന്നായി മാറി, സെയിൻ ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല, സെയിനിൽ കുറേ മാറ്റങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ജഗൻ വന്നിട്ട് താരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അന്ന് നീ വീഴാൻ പോയ സമയത്ത് നിന്നെ പിടിച്ചത് ജഗൻ അല്ലായിരുന്നു, വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കാണുന്ന ഫെയറി ടെയിൽ സ്റ്റോറി പോലെ തന്നെ ആവുമായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും താര ചോദിക്കുന്നുണ്ട്, സെയിനിജാൻ എന്നുള്ള ടാഗ് വെച്ചിട്ട് സെയിൻ അല്ലാതെ പിന്നെ വേറെ ആര് വരാനാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജഗനൊന്നും പറയുന്നില്ല. അപ്പോഴത്തേക്കും സെയിൻ വരുന്നുണ്ട്. സെയിൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് നിങ്ങളിവിടെ സംസാരം എന്ന് പറയുമ്പോഴത്തേക്കും ജഗൻ പറയുന്നുണ്ട്, നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാൻ പോണേന്നും പറഞ്ഞിട്ട് ജഗൻ അവിടെ നിന്ന് സ്കൂട്ടാവുന്നുണ്ട്. പക്ഷേ ജഗൻ്റെ മുഖത്താണെങ്കിൽ ആ ഒരു സങ്കടം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ആയപ്പോൾ എല്ലാവരും കൂടി ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ഒരു പാർട്ടി വൈബിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട്, അന്ന് എന്തായിരുന്നു താരൻ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും റിവർ പറയുന്നുണ്ട്, ശരിയാ, താര അന്ന് എന്തായിരുന്നു, ഭയങ്കര ആറ്റിറ്റ്യൂഡായിരുന്നു കാണുമ്പോൾ തന്നെ എന്ന് പറയുമ്പോൾ സമയത്ത് സെയിൻ പറയുന്നുണ്ട്, അതിനെങ്ങനെയാ ഈ ജഗൻ അവളെയും കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടല്ലേ എന്ന് പറയുമ്പോൾ നിതിൻ എടുത്ത വഴിക്ക് ചോദിക്കുന്നുണ്ട്, സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിനെ ഗേൾ ഫ്രണ്ടിനെ പോലും നീ വെറുതെ വിടില്ല അല്ലേ ജഗൻ എന്ന് ചോദിക്കുമ്പോൾ ജഗൻ പറയുന്നുണ്ട്, ആ സമയത്ത് അവൾ സെയിൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഈവൻ അവളുടെ പേര് പോലും എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവർ ആ ടോക്ക് അവിടെ വെച്ച് നിർത്തുന്നുണ്ട്. ആ സമയത്ത് കൗശി പറയുന്നുണ്ട്, അതിനെല്ലാം കൂടി അടിച്ച് പാമ്പായിട്ടാവും ഇരിക്കണ്ടായിരുന്നേന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ പാർട്ടിക്ക് പോയാൽ വെള്ളം അടിക്കാണ്ടിരിക്കുമോ എന്നുള്ളത് സെയിനും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കൗശി പറയുന്നുണ്ട്, എനിക്ക് വയ്യ, ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഗൗതമിനെ വിളിക്കാൻ വേണ്ടിയിട്ട് കൗശി പോകുന്നുണ്ട്. കൗശി ഭയങ്കര മൂഡ് ഓഫാണ്. ആ സമയത്ത് സെയിനും താരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, എന്ത് പറ്റി വെക്കുക എന്നുള്ള രീതിയിൽ. കൗശി ഒന്നും പറയാതെ നേരെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. നിതിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗിറ്റാറിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് താരയും സെയിനും വന്ന് നല്ല റൊമാൻറ്റിക്കായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജഗനും നിതിനും ഭയങ്കര വിഷമത്തിലാണ്. ജഗൻ ഏകദേശം കരയാറായി, കരഞ്ഞു എന്ന് തന്നെ പറയുന്നതായിരിക്കും നേര്. ആ സമയത്തേക്കും ഗൗതം വേഗം കയറി വന്ന് അവൻ്റെ എന്തോ സാധനം എടുത്തിട്ട് തിരിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് റിവർ ചോദിക്കുന്നുണ്ട്, ഇവൻ എന്താ എക്സ്പ്രസ് വിട്ട പോലെ ഇതാ വന്നു ഇതാ പോയി, നമ്മുടെ ട്രിപ്പ് കൊളാക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടേക്ക് അവൻ എന്ന് പറയുന്ന സമയത്ത് സെയിൻ ചോദിക്കുന്നുണ്ട്, അവൻ മാത്രമാണോ നമ്മുടെ ട്രിപ്പ് കൊളാക്കുന്നത്, അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ കൂടെ എന്താ ചെയ്യണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സെയിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആ സമയത്ത് സെയിൻ താരയുടെ അടുത്ത് പറയുന്നുണ്ട്, താരനെ കാണിച്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പോയിട്ടൊന്ന് നോക്കി സംസാരിച്ചിട്ട് വരാം, എന്താ പ്രശ്നമൊന്നും അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും താര ചോദിക്കുന്നുണ്ട്, ഞാനും കൂടി വരണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഇത് ഞാൻ തന്നെ സോൾവ് ചെയ്തിട്ട് വരാം, വന്നിട്ട് എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് നിൻ്റെ അടുത്ത് പറയാമെന്നും പറഞ്ഞിട്ട് സെയിൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇവരാണെങ്കിൽ കുടിച്ചു പാമ്പായിട്ട് നിതിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിതിനെ പഴയ കാര്യങ്ങളൊക്കെ മറക്കടാ, നമുക്ക് ഫ്രണ്ട്സ് ആവാന്നൊക്കെ പറയുന്ന സമയത്ത് ജഗൻ വന്നിട്ട്, നീ അല്ലെങ്കിൽ ഓവറാ, നമുക്ക് പോയി കെടുക്കാമെന്നും പറഞ്ഞു. സെയിൻ ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് വന്നത് വേറെ ആരുടെ അടുത്തുനിന്നല്ല, കൗശിയുടെ അടുത്താണ്. കൗശി ആണെങ്കിൽ അവിടെ സോഫയിലിരുന്ന് കരയാണ്. ആ സമയത്ത് സെയിൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കൗശി, നീ എന്താ ഇവിടെ ഇരുന്ന് കരയണേ എന്ന് ചോദിക്കുന്ന സമയത്ത് കൗശി ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിക്കാം, നീ അതിന് സത്യം പോലെ ഉത്തരം പറയണം. എൻ്റെ എല്ലാ ബ്രേക്കപ്സിനും ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്ന എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും ബ്രേക്കപ്സിന് കാരണം നീയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് സെയിൻ ഒരുമാതിരി വല്ലാണ്ടാവുന്നുണ്ട്. സെയിൻ പറയുന്നുണ്ട്, എന്ത് പറ്റി കൗശി എന്ന് ചോദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കൗശി പറയുന്നുണ്ട്, നീ സത്യം പറ എന്ന് പറയുന്ന സമയത്ത് എന്ത് പറ്റി കൗശി, ഗൗതം എവിടെയും ചോദിക്കുന്ന സമയത്ത് കൗശി പറയുന്നുണ്ട്, നിനക്ക് ഹാരിഷ് കൃഷ്ണൻ അറിയോ, ഹാരിഷ് കൃഷ്ണയുടെ അനിയനാണ് ഗൗതം കൃഷ്ണ, എൻ്റെ എക്സ്, അവൻ്റെ അടുത്ത് നീയാണ് പറഞ്ഞ് ബ്രേക്കപ്പ് ആക്കിയത്,
എനിക്കറിയില്ല എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്നുള്ളത് ഒന്നും. നീ എന്തിനാ എല്ലാവരെ കൊണ്ട് എന്നെ ബ്രേക്കപ്പ് ആക്കിക്കണേന്ന് ചോദിച്ചിട്ട് കൗശി ഇരുന്ന് കരയുന്നുണ്ട്. സെയിനാണെന്നുണ്ടെങ്കിൽ കൗശീനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സെയിനാണെന്നുണ്ടെങ്കിൽ കൗശീനെ ഹഗ് ചെയ്തിട്ടാണ് സമാധാനിപ്പിക്കുന്നത്. ആ സമയത്തേക്കും ജഗൻ റിവറിനെ കെടുത്താൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ജഗനാണെന്നുണ്ടെങ്കിൽ സെയിനെ തുറിച്ച് നോക്കുന്നുണ്ട്. ആ സമയത്ത് ജഗൻ ഇങ്ങനെ നോക്കുന്നത് സെയിന് കാര്യം മനസ്സിലായിട്ട് സെയിൻ മാറിയിരിക്കുന്നുണ്ട്. അതിനുശേഷം കൗശിനെയും കൊണ്ട് പുറത്തേക്കായിട്ട് സെയിൻ പോകുന്നു. കൗശി സെയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സത്യം പറ സെയിൻ, എന്താ നിനക്ക് വേണ്ടിയിരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അവൻ നിന്നെ ശരിക്കും സ്നേഹിക്കല്ലായിരുന്നു, അവന് വേണ്ടത് നിൻ്റെ പോപ്പുലാരിറ്റി ആയിരുന്നു. അത് മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവനോട് പറഞ്ഞത്. അവൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ എൻ്റെ അച്ഛൻ ഷെയർ ഹോൾഡർ ആയിരുന്നു. ആ ഷെയർ ഞാൻ പിൻവലിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ നീയായിട്ട് ബ്രേക്കപ്പ് ആയത്. അവന് വേണ്ടിയിരുന്നത് നിൻ്റെ പോപ്പുലാരിറ്റിയും പണം മാത്രമായിരുന്നു, അല്ലാണ്ട് നിന്നോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. നിൻ്റെ ലൈഫിൽ ഇന്നേ വരെ വന്നിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട്സും നിന്നെ ഇഷ്ടപ്പെട്ടിട്ടായിരുന്നില്ല, നിൻ്റെ പോപ്പുലാരിറ്റി കണ്ട് വന്നതായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അവരൊക്കെ ബ്രേക്കപ്പ് ചെയ്തിരുന്നതെന്ന് ചോദിച്ച സമയത്ത് കൗശി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താണ് നിൻ്റെ ശരിക്കുള്ള പ്രശ്നം, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറയുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കെയർ ചെയ്തിരുന്നു കൗശി, അതുകൊണ്ടാണ് നീ എന്നോട് സംസാരിക്കാതിരുന്ന സമയത്ത് പോലും ഞാൻ നിന്നെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിനക്കൊരു നല്ല ആൾ വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത് കൗശി പറയുന്നുണ്ട്, ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ കെയറിങ് ഒക്കെ എപ്പോഴാണ് തീർന്നത്? താര വന്നതിന് ശേഷമാണോ നീ എന്നെ ഇങ്ങനെ കെയർ ചെയ്യാതായത്? പറ, താരയാണോ ഇതിനൊക്കെ കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സെയിനൊന്നും പറയുന്നില്ല, സെയിനൊന്നും മിണ്ടാതിരിക്കുകയാണ്. താണെന്നുണ്ടെങ്കിൽ താരയും നിതിനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. താരേൻ്റെ അടുത്ത് നിതിൻ പറയുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല താര, നീ ഇനിയും എന്നോട് ഇങ്ങനെ തന്നെയാണോ എന്നെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് ശരിക്കും നല്ല വിഷമാവുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഈ ട്രിപ്പിന് വരാൻ പാടില്ലായിരുന്നു, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ എന്തായാലും പോവാണ്, ഇനിയും ഒരു 3 ദിവസം എനിക്ക് ഇങ്ങനെയൊന്നും നിൽക്കാൻ വയ്യ താര എന്ന് പറയുന്ന സമയത്ത് താര പറയുന്നുണ്ട്, നിതിൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ഇതിനാണെങ്കിൽ മതി താര, ഞാൻ പോവാണെന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകാൻ നിൽക്കുന്ന സമയത്ത് താര പറയുന്നുണ്ട് നിതിൻ നിൽക്കാൻ പറയുമ്പോൾ നിതിൻ പറയുന്നുണ്ട്, ശരി, എനിക്കറിയാം ഞാൻ നിന്നെ കെയർ ചെയ്യുന്നുണ്ട്, ഞാൻ നിൻ്റെ ഓരോ സ്റ്റെപ്പിലും നിൻ്റെ കൂടെ ഉണ്ട്, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതൊക്കെ നീ കാണുന്നുമുണ്ട്, ഓക്കെ ശരിയാണ്, നിനക്ക് സെയിനിന് ഇഷ്ടമാണ്, നീ സെയിൻ്റെ കൂടെ അങ്ങനെ നടന്നോ, പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സിസ്റ്റൻസ് നീ ഇല്ലാത്ത പോലെ ഇവിടെ ബിഹേവ് ചെയ്യരുത്. ഞാനൊരാൾ ഇവിടെ ഇല്ലാത്ത പോലെ എന്നെ നീ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വിഷമം എന്ന് പറയുന്ന സമയത്ത് താര പറയുന്നുണ്ട്, സോറി നിതിൻ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, പക്ഷേ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും കൗശി വന്നിട്ട് താരയുടെ അടുത്ത് പറയുന്നുണ്ട്, താര ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് പറയുമ്പോൾ താര ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കൗശി പറയുന്നുണ്ട്, ഗൗതം വന്നിട്ട് ഹാരിഷിൻ്റെ അനിയനാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. സെയിനാണ് ഹാരിഷുമായിട്ടുള്ള എൻ്റെ റിലേഷൻ ബ്രേക്കപ്പ് ആയത്, അതുകൊണ്ട് തന്നെ ഗൗതം വന്ന് എൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നിതിൻ എഴുന്നേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാത്തിനും കാരണം സെയിനാണല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും കൗശി പറയേണ്ട അങ്ങനെയല്ല, സെയിൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്തതെന്ന് പറയുമ്പോൾ താര പറയുന്നുണ്ട്, ശരിയാണ്, അവൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും കൗശി ചോദിക്കുന്നുണ്ട്, നിനക്കിതെങ്ങനെ അറിയാം, അപ്പോൾ നിനക്കിതൊക്കെ മുന്നേ അറിയായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിതിൻ പറയുന്നുണ്ട്, എനിക്കും അറിയായിരുന്നു, ഞാനാണ് അവളുടെ അടുത്ത് ഇതെല്ലാം പറഞ്ഞത്, ഞാനാ പറഞ്ഞതെല്ലാം ആലോചിച്ച് ഞാൻ അന്വേഷിക്കാനും കൂടി പറഞ്ഞതാണ്, അവളോട് ഞാനത് ആരോടും പറയരുതെന്ന് പറഞ്ഞേ, അല്ലാണ്ട് അവളല്ല എന്ന് പറയുന്ന താരേനെ പ്രൊട്ടക്റ്റ് പറയുന്നുണ്ട്. ഞാൻ താരയുടെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ എന്തായാലും ഹാരിഷിനോട് ചോദിച്ചു സെയിനെ കുറിച്ച്, അങ്ങനെ അന്വേഷിച്ചതിന് ശേഷം എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്, പക്ഷേ ഞാനിത് അവളോട് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസത്തേക്ക് അവൾ സെയിനുമായിട്ട് റിലേഷൻഷിപ്പിലായി. എനിക്കറിയില്ല ഇത് എന്താണെന്ന്, ഞാനിത് പറയല്ല, പിറ്റേ ദിവസം അവൾ സെയിൻ്റെ ഗേൾ ഫ്രണ്ടായി. എന്തവിടെ നടക്കുന്നതെന്നും കൂടി എനിക്കറിയില്ലായിരുന്നു. താരയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും കൗശി ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ അവനെ ഇഷ്ടമായി, നിനക്ക് അവനെ ഇഷ്ടമല്ലാത്തതാണല്ലോ, എനിക്കറിയാം നിനക്ക് അവനെ ഒരിക്കലും ഇഷ്ടമാവില്ല, അവൻ നിൻ്റെ ടൈപ്പല്ല എന്നൊക്കെ എനിക്കറിയാം, പിന്നെ നിന്നെ എങ്ങനെ അവന് ഇഷ്ടമായി എന്ന് ചോദിക്കുന്ന സമയത്ത് കൗശിൻ്റെ അടുത്ത് താര പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, എനിക്ക് പണ്ട് മുതലേ അവന് ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും കൗശി കുറച്ച് നേരം ആലോചിച്ച് നിന്നിട്ട് കൗശി ചോദിക്കുന്നുണ്ട്, നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ താര അവനെ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും താര ഒന്നും പറയുന്നില്ല, താര സൈലൻ്റായി നിൽക്കുകയാണ്. ആ സമയത്ത് ഇതെല്ലാം കേട്ടിട്ട് സെയിനും കയറി വരുന്നുണ്ട്. സെയിൻ ചോദിക്കുന്നുണ്ട്, പറ താര, നീ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എൻ്റെ അടുത്ത് ഗേൾ ഫ്രണ്ടായിട്ട് അഭിനയിച്ച് നിന്നേന്ന് ചോദിക്കുമ്പോൾ താര ആകെ ബ്ലാങ്കായി പോകുന്നുണ്ട്. താരയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. താര അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാൻ വരുമ്പോഴത്തേക്കും സെയിൻ വന്ന് ഭയങ്കര ചൂടാവുന്നുണ്ട്. സെയിൻ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ സത്യം പറ താര, എന്താ നടക്കണേന്നുള്ളത് എനിക്ക് അറിയണം എന്ന് പറയുമ്പോഴത്തേക്കും നിതിൻ വന്നിട്ട് സെയിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. സെയിൻ വേണ്ട, സെയിൻ ഒന്നും അവളോട് ചോദിക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും സെയിൻ പറയുന്നുണ്ട്, നീ വിട്, ഞാൻ അവളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് താരേൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സത്യം പറ താര, എന്തുണ്ടായി, എനിക്കൊന്നും മനസ്സിലാവണില്ല,
നീ കൗശീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ കണ്ടതൊക്കെ ചെയ്തത്? ജെയിൻ വീണ്ടും ചോദിക്കുന്ന സമയത്ത് താര പറയുന്നുണ്ട് ശരിയാണ്, ഞാൻ കൗശീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും ജെയിൻ പറയുന്നുണ്ട് ശരിയാണ്, ഞാനാ മണ്ടൻ, ഞാൻ നിന്നെ വിശ്വസിച്ചു, നിന്നെക്കൂടെ എത്രത്തോളം ലോയലാവണോ അത്രത്തോളം ലോയലാവാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തു, നിന്നോട് ഒരു കള്ളം പോലും പറയരുതെന്ന് വിചാരിച്ച് ഞാൻ ദിവസവും നിൻ്റെ അടുത്ത് സത്യം മാത്രമേ പറഞ്ഞേ, എന്നിട്ട് നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് താര പറയുന്നുണ്ട് അതങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് കൗശീനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണേ വിചാരിച്ചുള്ളൂ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജെയിൻ പറയുന്നുണ്ട് കൗശീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് ഈ ഒരു മാർഗ്ഗം മാത്രമേ കിട്ടിയുള്ളൂ താര എന്ന് ചോദിക്കുമ്പോൾ താര ഒന്നും മിണ്ടുന്നില്ല. ജെയിൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ആരാ, ഞാൻ ഭയങ്കര ഒരു മണ്ടൻ, നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്തേക്ക് ഞാൻ നിന്നെ ഈ ഒരു ഊട്ടിയിലേക്ക് കൊണ്ടുവന്നു, എൻ്റെ അമ്മ താമസിച്ച സ്ഥലം കാണിച്ചു തന്നു, ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എല്ലാം അവസാനം എന്നോട് ചെയ്തത് വെറും അഭിനയമായിരുന്നു അല്ലേ താരാന്നും പറഞ്ഞിട്ട് ജെയിനാണെങ്കിൽ ഷൗട്ട് ചെയ്തിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. താര പറയുന്നുണ്ട് ഇതങ്ങനെയൊന്നും അല്ല ജെയിൻ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. താര എന്തൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും ജെയിൻ അതൊന്നും കേൾക്കുന്നില്ല. ജെയിൻ നേരെ ഇറങ്ങി പോവാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്നുള്ളത് നമുക്ക് നാളെ അറിയാം. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടു എന്നുണ്ടെങ്കിൽ ഇത്രയും കണ്ടൊരു എപ്പിസോഡിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആരാണെന്നുള്ളത് പേരൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഓക്കേടാ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.